അതുപോലെ തന്നെ നമുക്ക് എന്നും ചെറുപ്പമായിട്ടിരിക്കണം, അല്ലെ സുന്ദരികളൊക്കെ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അതുപോലെ ഫേസ് മസാജ് ചെയ്യണതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഫേസിലേക്ക് ബ്ലഡ് ഫ്ലോ കൊണ്ടുവരുകയും നമ്മുടെ ഫോളിക്കിൾസിനെയും അതുപോലെ നമ്മുടെ പോഴ്സിനെയൊക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും നമ്മുടെ പുരികം നല്ലതായിട്ട് ഗ്രോ ചെയ്യാനും നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഒക്കെ അത് നമ്മളെ സഹായിക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പാർലറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുരികം ത്രെഡ് ചെയ്യാനായിട്ട് വരുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചിയുടെ പുരികം എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങളുടെ പുരികം കട്ടിയായിട്ട് വളരുന്നില്ല, ഭയങ്കര തിന്നാണ്. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ട് വളരാനും അതുപോലെ പ്രായമായവരൊക്കെ ആണെങ്കിൽ അവരുടെ പുരികം കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പ്രതിവിധി എന്താണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാമോ, ഇങ്ങനെ കട്ടിയായിട്ട് ഗ്രോ ചെയ്യാനായിട്ടൊക്കെ. അത് പുരികം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ പുരികം ഗ്രോ ചെയ്യാനായിട്ട് ഈത്തപ്പഴം വെച്ചിട്ട് ഒരു ഹോം റെമഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ പരട്ടിയ പിന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട്. എൻ്റെ പുരികം നല്ലതായിട്ട് ഗ്രോ ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡി ആട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതും കണ്ടു നോക്കിയിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കരിഞ്ജീരകത്തിൻ്റെ എണ്ണയാണ്, ബ്ലാക്ക് ക്യുമിൻ സീഡ് ഓയിൽ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കുപ്പിക്കകത്ത്, ചെറിയ കുപ്പിക്കകത്ത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഹെയർ ഗ്രോത്തിനും ഒക്കെ വളരെ നല്ലതാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊരു 4 ഡ്രോപ്പ് ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണ്. 4 ഡ്രോപ്പ് വേണം എന്നില്ല, നമുക്ക് ഒരു പ്രാവശ്യത്തേക്ക് തേക്കാനാണെങ്കിൽ 2 ഡ്രോപ്പൊക്കെ എടുത്താലും മതി. അപ്പോൾ ഞാൻ 4 ഡ്രോപ്പ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ കാസ്റ്റർ ഓയിലാണ്. അപ്പോൾ കാസ്റ്റർ ഓയിലും ഞാനൊരു 4 ഡ്രോപ്പ് എടുക്കാൻ പോവാണേ. നാല് ഡ്രോപ്പ് കാസ്റ്റർ ഓയിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കാസ്റ്റർ ഓയിൽ ഇച്ചിരി തിക്കാണല്ലേ. അപ്പം നമുക്ക് ഈ മറ്റ് ഓയിലുകളെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അത് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും. ഇനി നമുക്ക് വേണ്ടത് ആൽമണ്ട് ഓയിലാണ്. ഈ ആൽമണ്ട് ഓയിലും ഒരു 4 ഡ്രോപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആൽമണ്ട് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് വാങ്ങിച്ചിട്ട് അത് നമുക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതെ, ആൽമണ്ട് ഓയിൽ ഞാനൊരു 4 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുവാണേ. നാല് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കണ്ടോ, ഇത് നമുക്ക് ഒരു പ്രാവശ്യം പരട്ടാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നമ്മൾ ഒരു സ്മോൾ കൺസിസ്റ്റൻസി ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല. അന്നേരം നമുക്ക് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു 5-6 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ നമ്മുടെ പുരികത്തേലും ഐലാഷസേലും ഒക്കെ അപ്ലൈ ചെയ്ത് വെക്കുവാണെങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് അബ്സോർബ് ആയിട്ട് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്കൊക്കെ ഇറങ്ങി അതിനെ നന്നായിട്ട് ഗ്രോ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ രാത്രിയിൽ കിടക്കണ സമയത്ത് പരട്ടണതായിരിക്കും നല്ലത്. അപ്പം പരട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ സാധാരണ നോർമൽ നമ്മുടെ കണ്ണെഴുതുന്ന പെൻസിൽ ഉണ്ടാവുമല്ലോ, ഐലൈനർ പെൻസിൽ. അപ്പോൾ അതുപോലത്തെ പെൻസിൽ ഇച്ചിരി നന്നായിട്ട് ഇങ്ങനെ അങ്ങ് കൂർപ്പിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ ഇതിൻ്റെ ടിപ്പ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നല്ല കട്ടിയായിട്ട് നമ്മുടെ കണ്ണിലേക്ക് അങ്ങ് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷേപ്പൊക്കെ ഏത് രീതിക്കാണെന്ന് വെച്ചാൽ ആ ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് നന്നായിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ അതെ, ഞാനൊരു കണ്ണാടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെ, നന്നായിട്ടങ്ങ് ഇത് നന്നായിട്ട് ആ ഓയിൽ അതിൻ്റെ ടിപ്പയിലേക്ക് അങ്ങ് മുക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ അങ്ങ് വരച്ചു കൊടുക്കുക. അന്നേരം അതിൻ്റെ കൺമഷിയുടെ ആ കരിയും കൂടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പുരികത്തിന് നല്ല ഡാർക്ക് കളർ കിട്ടുകയും ചെയ്തോളും. അതുപോലെ നല്ല തിക്കായിട്ട് ഗ്രോ ചെയ്യാനും അതുപോലെ നല്ല ലോങ് ആയിട്ടൊക്കെ ഗ്രോ ചെയ്യാനും ഒക്കെ അത് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ താഴേക്ക് ഇച്ചിരി അതിൻ്റെ ടെയിലൊക്കെ കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ടെയിൽ ഭാഗത്തേക്കൂടെ ഇച്ചിരി നന്നായിട്ട് ഇങ്ങനെ താത്തി വരയ്ക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കണേ.
അതുപോലെ നമുക്ക് ഇപ്പുറത്തെ കണ്ണയിലും വരച്ചു കൊടുക്കാം. ഇതുകൊണ്ട് എൻ്റെ ഈ പിരികത്തിൻ്റെ ആണെങ്കിൽ ഇവിടെ ഇല്ല, എനിക്കത് നേരത്തെ മുതലില്ലാത്തതാ. അതുപോലെ ഈ ടെയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. നല്ല ഷെയ്പ്പിന് അങ്ങ് വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈനെ കൂടെ നല്ല കറക്റ്റായിട്ട് ഇത് ഗ്രോ ചെയ്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ അതേ ഞാൻ നല്ല കട്ടിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ രാവിലെ എഴുന്നേൽക്കണ സമയത്ത് ഇത് ജസ്റ്റ് എന്തെങ്കിലും ഒരു ടിഷ്യൂ കൊണ്ട് തുടച്ച് കളയോ എന്തെങ്കിലും ചെയ്തിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ വേറെ ക്യുമിൻ സീഡോ അതുപോലെ ആൽമണ്ട് ഓയിലോ ഒന്നുമില്ല, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലത്തെ ഒരു പെൻസിലും നമ്മുടെ കാസ്റ്റർ ഓയിലും വാങ്ങിക്കുവാണെങ്കിൽ അത് മുക്കിയിട്ട് എവറി ഡേ എഴുതി കൊടുത്താലും നിങ്ങൾക്ക് നല്ല പിരികം നല്ല കട്ടിയായിട്ടും നല്ല തിക്കായിട്ട് ഒരു ഗ്രോ ചെയ്യാനായിട്ടും അത് നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മിച്ചം എന്ന് പറയാനായിട്ടില്ല, ഒരു പൊടിക്കേ ഉള്ളൂ. ഇതാ ഒരു 2-3 ഡ്രോപ്പേ ഉള്ളൂ. ഇത്രയൊക്കെ നമുക്ക് വേസ്റ്റാക്കി കളഞ്ഞെന്നോർത്ത് കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോൾ ഇതും നിങ്ങൾക്ക് വേസ്റ്റാക്കി കളയാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിങ്ങനെ തന്നെ വെളിയിൽ വെച്ചിട്ട് അടുത്ത ദിവസം ഉപയോഗിക്കാം. Hi, say hi also. You say hi also. Hi. I am always hi to say them, right? Yeah, hi. അപ്പോൾ ഇന്ന് കുഞ്ഞു എന്നോട് പറഞ്ഞു എനിക്ക് അമ്മയുടെ കൂടെ എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൻ ഓടി വരും കേട്ടോ, എനിക്കും അമ്മയുടെ കൂടെ ഹായ് പറയണം, ഐ ഓൾസോ വാണ്ട് ടു ടോക്ക് ടു ദം എന്നൊക്കെ പറയും. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ എന്നാൽ അവനെ കൊണ്ടൊരു ഹായ് പറയിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവനെ എടുത്തോണ്ട് വന്നത് കേട്ടോ. എനിക്ക് അമ്മയുടെ കൂടെ ചീസ് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുമാണ് ഫോട്ടോ പ്രേമികൾ. ചില സമയത്ത് ഇവനെ എന്തെങ്കിലും ആവശ്യത്തിന് ഫോട്ടോയ്ക്ക് വിളിച്ചിട്ടുണ്ടേ വരില്ല കേട്ടോ, ഇല്ലെങ്കിൽ അവൻ വരും. അപ്പോൾ ഇന്ന് അവനും കൂടെ വന്നു എനിക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും ബൈ പറഞ്ഞേ. ബൈ. ഒരു ഉമ്മയും കൊടുത്തേ. ഇങ്ങനെ കൊടുക്കുന്നു. ബൈ ബൈ ഡിയർ. അതുപോലെ തന്നെ നമുക്ക് എന്നും ചെറുപ്പമായിട്ടിരിക്കണം, അല്ലെ സുന്ദരികളൊക്കെ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഫേസ് മസാജ് ചെയ്യണത് ഫുൾ വീഡിയോ, ചീക്ക്, ചിന്ന്, ലിപ്സ്, നോസ്, ഐസ്, ഐബ്രോസ്, ഫോർഹെഡ്, നെക്ക് എല്ലാം വളരെ വിശദമായിട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ കണ്ടു നോക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ മസാജും കൂടെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ ഭക്ഷണം നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് കിട്ടണത് നമ്മുടെ പറമ്പിൽ, ഇപ്പം നാട്ടിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ആയാലും കഴിക്കാനായിട്ട്. അതുപോലെ വെജിറ്റബിൾസ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള ചേന, ചേമ്പ്, അതുപോലെ കപ്പളങ്ങ, ചേമ്പിൻ്റെ താള്, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നന്നായിട്ട് കറി വെച്ച് കഴിക്കുക. അപ്പം നമ്മുടെ പറമ്പിൽ അല്ലെ നമ്മുടെ പരിസരത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.